വെൽക്കം ടു 3 കോമറ്റ്സ്. എഗെയിൻ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ്. അപ്പം ഞങ്ങളുടെ പല ട്രിപ്പുകളും ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് പോകുന്ന റിസ്ക് ആയതുകൊണ്ട് ഞങ്ങളുടെ ട്രിപ്പുകളെല്ലാം ഞങ്ങൾ ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുക അല്ലേ? അപ്പം ഞങ്ങളിവിടെ ഒരു ഹോം വ്ലോഗ് ചെയ്യുകയാണ്. കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കാണിക്കാൻ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് കഴിക്കാം അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ എന്തോ ആദ്യം പറിക്കുന്നേ? ഓക്കെ. എവിടെ? ഇവിടെ ഉണ്ടോ? ആ ദാണ്ട് നിൽക്കുന്നു ഇഷ്ടം പോലെ. എവിടെയുണ്ട് ട്രിസ? അലൻ എവിടാ? വാവ്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്കിതെല്ലാം ഇന്ന് പറിച്ച് തിന്നണ്ടേ? ഇന്നലെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ താഴെയൊക്കെ ഇഷ്ടം പോലെ ചാമ്പയ്ക്കാ വീണു പോയത് അല്ലേ? ഈ വർഷം ഒരുപാട് കായുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മഴ പെട്ടെന്ന് വന്നോണ്ട് ഞങ്ങൾക്ക് ഇത് ശരിക്കുള്ള രുചിയിൽ കിട്ടുന്നില്ല. ശരിക്കും വലുതാവുന്നുണ്ട്, പക്ഷെ ആ സ്വീറ്റ്നെസ് ഒത്തിരി ഒന്ന് കുറഞ്ഞു. സ്വീറ്റ്നെസ് കുറഞ്ഞെങ്കിലും നല്ല വാട്ടർ കണ്ടന്റ്, കഴിച്ചാൽ നല്ല രസമാണ്. നല്ലൊരു ഒരു ഹൈഡ്രേറ്റിംഗ് അല്ല, ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആവും ഈ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട്. ഒരുപാട് കിടപ്പുണ്ട് നിലത്ത് കേട്ടോ. ഒരുപാട് നിലത്ത് വീണ് പോയിട്ടുണ്ട്. ഏതാ മോനെ? നോക്കട്ടെ. ഇത് മീഡിയം സൈസ് ആയതേ ഉള്ളൂ. ഇതിന്റെ ഇരട്ടി വലിപ്പമാകും ശരിക്കും ഈ സാധനം. ഇതിപ്പോ ഇന്നലെ താഴെ വീണ് പോയതാട്ടോ. നമുക്ക് പറിക്കാം. നല്ല വലിപ്പമുണ്ട്, ശരിക്കും വലിയതാ. അതിന്റെ പേര് പോലെ തന്നെ വാക്സ്, മെഴുകു പോലെ ഇരിക്കും. നമ്മൾ ഓർക്കും പ്ലാസ്റ്റിക് എന്ന്. നമ്മുടെ വീട്ടിൽ ഇന്നാളെ ഒരാള് വന്നപ്പം ഇതുപോലെ ടേബിളിൽ പറിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പൊ അവർ വെച്ചത് ഒറിജിനൽ ആണോ മെഴുകാണോ എന്ന്. നല്ല ക്വാളിറ്റി. ആക്ച്വലി നമ്മുടെ വീടുകളിലുള്ള ഇങ്ങനത്തെ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. ബിക്കോസ് ഇത്രയും ഹൈജീനിക്കും ഇത്രയും ഓർഗാനിക്കും ആയിട്ട് നമുക്ക് വേറെ എവിടുന്നും കിട്ടത്തില്ല. ആ പറിച്ചേ നോക്കട്ടെ ട്രീസ. ഹായ്. ആൽഫിക്ക് കൊടുത്തോ? ഇത് നമുക്കിങ്ങനെ ഡയറക്റ്റ് കഴിക്കാം. മരു വീതം നനഞ്ഞു കിടക്കുക. എന്നാ കഴിച്ചോ. കൊള്ളാവോ? സൂപ്പർ. കുരുണ്ട്. കുരുണ്ടോ? അവിടെ ചെറിയുണ്ട്. ചെറിയ നമുക്ക് പറിക്കാം. അതെ. അതാണ് എങ്ങനെ ഉണ്ടോടാ? കൊള്ളാവോ? അടിപൊളി. അപ്പ വേണോ? കുരുണ്ടേ? സൂപ്പർ. അടിപൊളിയാ. ഇപ്പൊ പറിച്ചാൽ നല്ല മധുരമുണ്ട്. ചെറുത് വെച്ചിട്ട് മധുരമുണ്ട്. തായോ. യാ. ഒരു കൊല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കൊല. ഇതുപോലത്തെ ഒരു 100 കൊല ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ പറിക്കണം അല്ലേ? എല്ലാം കുറച്ച് കഴിയുമ്പോ അങ്ങ് മടുക്കും കേട്ടോ. വാവ്, ഇത് കഴിച്ചാല് വിശപ്പും മാറും ദാഹവും മാറും അല്ലേ? പ്രത്യേകിച്ചും ദാഹം മാറും. നല്ല. ഞങ്ങളിപ്പോ മുറ്റത്തൂടെ കളിക്കുകയാണ്. എന്നിട്ട് വിശക്കുവാണ് ഞങ്ങൾ ഈ മരത്തിൽ കയറി ചാമ്പങ്ങ പറിച്ചേക്കും. അതെ അതെ, ഇവരുടെ സ്ഥിരം പരിപാടിയാ. മുറ്റത്തൂടെ കിടന്ന് ഓടും കളിക്കും നല്ലപോലെ അല്ലേ? നല്ലപോലെ വേർത്ത് കഴിയുമ്പോൾ ഓടി വന്ന് ഈ ചാമ്പയ്ക്ക വെച്ച് ഒരു 5-6 എണ്ണം കഴിക്കും. അവരുടെ ദാഹവും മാറും, എല്ലാം മാറും. വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഒരു ഇച്ചിരി നിലം പറ്റി നിൽക്കുന്ന ഒരു ടൈപ്പ് ചാമ്പങ്ങ. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ചാമ്പയ്ക്ക കൊണ്ട്. എല്ലാ ചാമ്പങ്ങയും താരം നിൽക്കുവാണെങ്കിൽ നമുക്ക് ചാടി
ഇനി വേറൊരു അടിപൊളി സാധനം അല്ലേ, അതെ, അടിപൊളി ഒരു ഫ്രൂട്ട് വേറെ ഉണ്ട്, അത് നമുക്കൊന്ന് പോയി നോക്കാം. എന്താ? ഓക്കെ, എന്നാ അങ്ങോട്ട് പോവാം. അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാം ചാമ്പയ്ക്ക് ഇതൊന്നും കഴിഞ്ഞില്ല അല്ലേ? ആക്കി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഇത്തിരി കാടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം ആയതുകൊണ്ട്. ഇത് മുയൽച്ചേര, നമ്മളിവിടെ അങ്ങനെ പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുന്നുള്ളത് കമന്റ് ചെയ്യണേ. ഇത് സാമ്പാർ ചീര എന്നൊക്കെ പറയും. ഈ ചീര നമ്മൾ യൂസ് ചെയ്യുന്നതാ. വന്നപ്പോഴേക്കും മഴ വീണു കേട്ടോ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഈ മഴ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മാങ്ങ പറിക്കാനേ. അപ്പൊ വീടിന്റെ മേളിൽ കയറിയാൽ ഞങ്ങൾക്ക് മാങ്ങ പറിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പൊ മഴയൊന്ന് കഴിയട്ടെ. മഴ നിൽക്കുന്നേ ഇല്ല ഗൈസ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കിളിയും അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയത്ത് തന്നെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് നമ്മുടെ കപ്പളത്തെ ഒരു കുഞ്ഞു കിളി, കരികിലപ്പടയാണെന്ന് തോന്നുന്നു, അത് നനയാതെ കയറി ഇരിക്കുക. ഒന്ന് തോർന്നപ്പോഴത്തേക്കും തൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് ഓരോരോ കൊച്ചു കമ്പയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, താഴെയും മേളിലും ഒക്കെ. എനിക്ക് തോന്നേ ഇതൊരു 10-25 എണ്ണം തന്നെ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട്, ഈ കരികിലപ്പട. ഇതാണ് നമ്മുടെ പേരമരം. അപ്പോൾ ഇഷ്ടം പോലെ പേരയ്ക്ക പിടിച്ചു ഇപ്പോൾ ഉണ്ട്. മീര, ഒരു പേരയ്ക്ക കട്ട് ചെയ്യാവോ? നല്ല വിളഞ്ഞല്ലേ? വാവ്, നല്ല മഴയൊക്കെ നനഞ്ഞ് നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന. അതെ, ഒന്ന് കട്ട് ചെയ്ത് തരാം അവനെ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഫ്രഷായിട്ട് നമുക്ക് മരത്തിൽ നിന്ന് തന്നെ പറിച്ച് തിന്നാം. എങ്ങനെയുണ്ട്? വിളഞ്ഞാന്നോ? വിളഞ്ഞതാ. പേരയ്ക്ക ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ, കൊള്ളാവോന്നേ. വാവ്, എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല മധുരമുണ്ട് കേട്ടോ. സൂപ്പർ പേരയ്ക്ക. ഒരു കോലം കണ്ടോ? മഴയത്തൊന്ന് ഇറക്കിയതാ. ഞങ്ങളൊന്ന് കണ്ണ് തെറ്റിയപ്പം ആൽഫി കാണിച്ച പണിയാ. നന്നായിരിക്കുന്നു കേട്ടോ. ജസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങള് ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിയേ ഉള്ളൂ. ഇവനെ അവിടെ ഒന്ന് നിർത്തിയതാ. എങ്ങനെ ഇരിക്കുന്നു ആൽഫി? ഗ്രേറ്റ് വർക്ക് കേട്ടോ. നല്ലതാ. ഇതാണ് പിള്ളേരെ കൊണ്ട് നടക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ് അല്ലേ, 1 മിനിറ്റ് നമ്മുടെ കണ്ണ് തെറ്റിയാല് എന്തെങ്കിലും ഒപ്പിക്കും. ഇപ്പം ഇവിടെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു, ആ വെള്ളത്തിൽ അങ്ങ് കുളിച്ചു കേട്ടോ. ചേച്ചിയെ കണ്ടോണ്ട് നിൽക്കുവായിരുന്നേ, മിണ്ടാണ്ട് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു. നല്ല അടിപൊളി പേരയ്ക്കായോണ്ട് രണ്ടാമത്തെ റൗണ്ട് അങ്ങ് കഴിക്കുക അല്ലേ. ഇത് കണ്ട നമുക്ക് വിളയാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. ഈ പേരയ്ക്കയുടെ ഒരു ഇത് അങ്ങനെ തൊലി ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും, പക്ഷെ നന്നായിട്ട് നല്ല സ്വീറ്റാ. വിളഞ്ഞ നാണ്ട് ചെയ്തുണ്ടോ? ലൈറ്റ് ഗ്രീൻ കളർ കണ്ടോ? അതങ്ങനെ ലൈറ്റ് ഗ്രീൻ കളർ വിളഞ്ഞെന്ന അർത്ഥം അല്ലേ അലൻ? ഇത് കഴിഞ്ഞ് നമുക്ക് വേറൊരു സാധനം എടുക്കാം. അതുണ്ടോ നോക്കട്ടെ. കൊള്ളത്തില്ല. ഇനി അടുത്ത് നമുക്ക് മാങ്ങ പറിക്കാം കേട്ടോ. നല്ല സേലം മാങ്ങ പറിച്ചോ മീര. നല്ല പഴുത്ത മാങ്ങകളുണ്ട് ഇഷ്ടം പോലെ. ഈ മാവിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് അല്ലേ, ഒട്ടും കേടില്ല മാങ്ങയ്ക്ക്. അതൊരു ഭയങ്കര ഭാഗ്യമാണ്, ഒട്ടും കേടില്ലാത്ത മാങ്ങ. വാവ്, നല്ല സൂപ്പർ മാങ്ങ. ഇത് കണ്ടില്ലേ, നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നല്ല പഴുത്താ നിൽക്കുന്നത്. ഒരൊറ്റ കേട് പോലും ഇതിനില്ല. അത് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലേ. ആണ്, പെട്ടെന്നാകുകയും ചെയ്യും, ഒരുപാട് താമസം. ഇതിന്റെ പേര് സേലം മാങ്ങ. ഞങ്ങൾ ഇവിടെ പറയുന്ന സേലം മാങ്ങ എന്നാ. ഇനിയിപ്പോ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നല്ല സ്വീറ്റ് മാങ്ങയാട്ടോ, ഭയങ്കര മധുരമാട്ടോ, നല്ല മധുരമാ. ഇതിന് ഏറ്റവും വലിയ അഷുറൻസ് എന്ന് പറഞ്ഞാല് കേട് പിടിക്കത്തില്ല എന്നുള്ളത് 100%. കണ്ടോ എന്ത് രസമാണ്. കഴിക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം. നല്ല മാങ്ങ. ഓരോ പീസ് കഴിച്ചു നോക്കിക്കേ. കൊള്ളാമെങ്കിൽ മാത്രം കൊള്ളാന്ന് പറഞ്ഞാൽ അത് കേട്ടോ ട്രീസ. ആർക്കടുത്തത് കൊള്ളാമോ? പിന്നെ അലമോൻ ആകെ ഇഷ്ടമുള്ള ഒരു മാങ്ങ ഇതാട്ടോ. ആകെപ്പാട് അവൻ ഇഷ്ടമുള്ള ഒരു മാങ്ങ ഈ സേലം മാങ്ങ മാത്രം. അടിപൊളി. അലൻ
സൂപ്പർ. ഞാൻ എടുക്കട്ടെ. ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിപ്പം ഇച്ചിരി വിളവ് കുറഞ്ഞെടുത്താലും ഇതിന് മധുരം ഉണ്ട്. ഈ യെല്ലോ കളറിന് വ്യത്യാസം വരുന്നേ ഉള്ളൂ. പൊതുവെ മധുരമുള്ള മാങ്ങായത്. എല്ലാം നനഞ്ഞു കുളിച്ച് നിൽക്കുക കേട്ടോ മഴയത്ത്. മഴ പെയ്തു അതില്ല. ആണോ? മഴ പെയ്തതിന്റെയാണോ? അയ്യോ, എല്ലാം നനഞ്ഞു കുളിച്ച്. ഇനി വീട്ടിൽ പോയി വേണം ഇതിനെ എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കുക അല്ലയോ? 3 കോമറ്റ്സ് എല്ലാം ഡ്രൈ അല്ല വെറ്റായി പോയി ഗൈസ്. അലിഞ്ഞു പോയോ? അടുത്തടുത്തോണ്ട് വന്നിട്ടുണ്ട് ട്രീസ. നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്രൂട്ട് ട്രീ ഇതാണ്, പുലാസാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, റംബൂട്ടാന്റെ ഒരു വകഭേദമാണ് പുലാസാൻ. നല്ല റെഡ് കളറിൽ നിൽക്കുന്നത്. മീര ഒരെണ്ണം പറിക്കാമെങ്കിലേ? ഞാൻ കുറച്ചെടുത്ത് പറിച്ചു കേട്ടോ. പറിച്ചോ? വാവ്, കണ്ടില്ലേ പുലാസാൻ നല്ല റെഡ് കളറാണ്. കടും ചോമപ്പല്ല, ഒരു എന്നാ പറഞ്ഞ കുങ്കുമ നിറമാണ്. നല്ല കട്ടിയാ തൊണ്ടിന്, നല്ല കട്ടിയാ. നമ്മുടെ റംബൂട്ടാൻ പോലെ അത്ര ഈസി ആയിട്ട് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. റംബൂട്ടാൻ ഏകദേശം റംബൂട്ടാന്റെ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഫ്ലഷി ആണ്, കുറച്ചുകൂടെ സ്വീറ്റ് ആണ്. ഇത് ഞങ്ങള് കാഞ്ഞിരപ്പള്ളി ഹോം ഗ്രൗണ്ടിൽ മേടിച്ചു. അവിടുന്ന് മേടിച്ചതാ മിക്കവാറും ഉള്ള എല്ലാ ഫ്രൂട്ട് ട്രീസും ഞങ്ങളുടെ അവിടുന്ന്. ഇതിപ്പോ വെച്ചിട്ട് കറക്റ്റ് ഒരു 3 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, അപ്പുറത്ത് കണ്ടോ റംബൂട്ടാൻ കായ്ച്ച് നിൽക്കുന്നത് കാണാം. റംബൂട്ടാൻ ഇഷ്ടം പോലെ കായായിട്ട് നിൽക്കുന്നത് കണ്ടോ? അത് ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായി പുലാസാൻ നിൽക്കുന്നത്. രണ്ടുപേരുടെ മത്സരമാണ് കേട്ടോ. പാവം ഫുലാസാൻ കുഞ്ഞായതുകൊണ്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, റംബൂട്ടാൻ്റെ ഒരു കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതൂർന്നങ്ങ് കായ്ക്കും. കണ്ടില്ലേ, ഇങ്ങനെ കായ്ച്ചു നിൽക്കും. അടുത്ത വലിയ മഴ വരുന്ന മുമ്പ് ഞങ്ങൾ എല്ലാം വെളിയിലുണ്ട്. കണ്ടോ, ഓരോരുത്തർ വരുന്ന കണ്ടോ? കണ്ടോ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മഴ വരുന്നതിന് വെള്ളം വീഴാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ? ഇനിയിപ്പം എല്ലാരെയും പിടിച്ച് അകത്ത് കയറ്റണം. ഇവര് മഴയത്തൊക്കെ കുളിക്കും. ഇവരെ ചെളിയിലൊക്കെ നല്ലപോലെ മണ്ണിലൊക്കെ ഇറക്കും കേട്ടോ. ഇവരെ അങ്ങനെ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളൊന്നും അല്ല. പക്ഷെ അസുഖം വരാതിരിക്കാൻ ഞങ്ങൾക്ക് ഒരു കൊച്ചു സൂത്രപ്പണി ഉണ്ട് കേട്ടോ. ഇവരെ ഇതെങ്ങനെ ഈ നടന്നെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. അപ്പൊ കൊടിയുടെ തണ്ട് 2-3 കുഞ്ഞു തണ്ട് ഒടിച്ച് കുരുമുളക് പൊടിയാണോ? കൊടി, അതെ അതെ. കുരുമുളകിന്റെ ഈ കുറച്ച് തണ്ടും ഇലയും കൂടെ എടുത്ത് ഞങ്ങളൊന്ന് ചതയ്ക്കും. എന്നിട്ട് അതിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലാണ് ഇവരെ കുളിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പനിയും ജലദോഷവും ഒന്നും വരത്തുമില്ല. മഴ വരുന്ന സൗണ്ട് വേണം നിങ്ങൾക്ക് കേൾക്കാൻ കേട്ടോ. ഓടിക്കോ, മഴ വരുന്നു, മഴ വരുന്ന ശബ്ദം കേൾക്കാൻ കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ തന്നെ മഴ വീഴും. അതുകൊണ്ട് അത്ര ശബ്ദം കേൾക്കുന്നുണ്ട്. മഴ വീണു കേട്ടോ. ആൽഫി അത് കയറിക്കോ. അതുകൊണ്ട് മഴ വീണു കണ്ടോ. മഴ തുടങ്ങി കണ്ടോ. അവിടുന്ന് ആ എരപ്പ് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മഴ, ഇത് ഭയങ്കര മഴയാണല്ലേ ഇവര? ഭയങ്കരമായ മഴയാണ്. ഇത് നിൽക്കുന്നേ ഇല്ല. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ ആയതുകൊണ്ട് റെഡ് അലേർട്ടാണ്. വെളിയിറങ്ങാൻ വയ്യാത്ത രീതിയിൽ മഴ. ഇപ്പം ഇത്തിരി സമയം കിട്ടിയോണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. മഴ നല്ല വൃത്തിക്ക് വീണിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ പീരിമേഡിലെ സർക്കാർ റിസോർട്ട് എന്നുള്ളത് നല്ല റെസ്പോൺസുള്ള വീഡിയോ ആണ്. ഒരുപാട് വ്യൂസ് ഉണ്ട്, ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഉള്ള റെസ്പോൺസാണ് ആ വീഡിയോക്ക് കിട്ടുന്നത്. കാണാത്തവർ ആ വീഡിയോയും കാണണം. ഞങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്